നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വന്നല്ലോ. ചെറിയ ചില വിഘ്നങ്ങളൊക്കെ തുടക്കത്തിൽ ഉണ്ടാവുന്നത് നല്ലതാ. അങ്ങനെ പറയാറില്ലേ തിരുമേനി? ഉള്ളതാ. ചടങ്ങ് പൂർണ്ണമാകട്ടെ. നന്ദിനി മാഡം പ്ലീസ്. സർ, ഞാനിനി ചെയ്യുന്നില്ല. ഞാൻ ചെന്നപ്പോ സംഭവിച്ചത് അപശകുനം തന്നെയാ. അതിലിനി എനിക്ക് മാറ്റി ചിന്തിക്കാൻ പറ്റില്ല. ഈ നിൽക്കുന്നവരെല്ലാവരും എന്നെക്കാളും യോഗ്യരാ. അവരാരെങ്കിലും ചെയ്യട്ടെ സർ. നീ എന്തേ നോക്കിയിരിക്കുന്നേ? ചെന്ന് ഓൺ ചെയ്. ഇല്ല മാഡം, എന്നെ കൊണ്ട് പറ്റില്ല. മാഡം സ്വിച്ച് ഓൺ ചെയ്തോളൂ. ഞാനാ? എന്നെ മാറ്റിയല്ലേ നിന്നെ തീരുമാനിച്ചത്. അപ്പൊ അതിനി മാറ്റാൻ പറ്റില്ല. നീ ചെയ്തേ പറ്റൂ. ഇവളിത് എന്ത് കാണി? നന്ദിനി, ദേ ഈ ഒരു അവസ്ഥയിൽ വെറുതെ തർക്കിച്ചെന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. അച്ഛൻ ഓൺ ചെയ്യേ. ഇല്ല സർ, ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ ചെയ്യില്ല. ഒരു മുഹൂർത്തം എടുത്തു വെച്ചിട്ട് അത് നിങ്ങൾക്ക് പരസ്പരം തർക്കിക്കാനുള്ളതല്ല. കമ്പനിയുടെ ഐശ്വര്യമാണ് ഇവിടെ പ്രധാനം. അയ്യോ, മാഡം. മമ്മി. മമ്മി, എഴുന്നേക്ക് മമ്മി. മാഡം. മമ്മി. മമ്മി, എഴുന്നേൽക്ക് മമ്മി. മമ്മി, മമ്മി കണ്ണുറക്ക്. പത്മ മാഡം. മമ്മി കണ്ണുറക്ക്. മമ്മി. മാഡം. മമ്മി. സൂര്യ വേഗം കാർ എടുക്ക്. ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ശരി. മമ്മി. മമ്മി. സർ, ഞാൻ സാറിനോട് നേരത്തെ തന്നെ പറഞ്ഞതല്ലേ എന്റെ പേര് പറയരുത്, എന്നിതിൽ വിളിക്കരുതെന്ന്. ഇപ്പോ നടന്നൊക്കെ കണ്ടോ സർ? അർഹതയില്ലാത്തടത്ത് ഞാൻ കയറി ചെന്നതുകൊണ്ട് മാഡത്തിന് പോലും. താരൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? സൂര്യ, അച്ഛാ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? അതാ ഞാനും ചിന്തിക്കുന്നത്. സ്വിച്ചിൽ ഷോക്ക് വരേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഇതിനു മുമ്പ് എത്രയോ സ്വിച്ച് ഓൺ കർമ്മങ്ങൾ നടത്തിയിരിക്കുന്നു. ഇതിന് പുറകിൽ ആരെങ്കിലും ഉണ്ടായിരിക്കും. അറിയുന്നേ അളിയൻ നേരത്തെ തന്നെ കമ്പനിയിലേക്ക് വന്നതല്ലേ? അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തല്ലേ? അത് പിന്നെ അളിയ, സാധാരണഗതിയിൽ ഒരു സ്വിച്ച് ഓൺ കർമ്മം നടക്കുമ്പോൾ അതിനൊരു ട്രയൽ നോക്കാറുണ്ട്. ഇന്ന് വരെ നമ്മുടെ കമ്പനിയിൽ അത് ചെയ്തിട്ടുണ്ടോ?
ചിലപ്പോ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോ ചെയ്തിട്ടുണ്ടാവുന്നോ? കമ്പനിയുടെ നിങ്ങളുടെ പൊസിഷൻ എന്താ? യു ആർ ദ പ്രോജക്ട് മാനേജർ. ഇത്രയും നിസ്സാരമായ കാര്യങ്ങൾ പോലും നോക്കാൻ കഴിയില്ല, പിന്നെ എന്തിനാ നിങ്ങളുടെ സേവനം? ഇതൊരു ഹോസ്പിറ്റലാ സൂര്യ. മെല്ലെ. അച്ഛ, ഇതിനൊക്കെ എന്താ പറയാ? നീ എന്തിനാ വിജയോട് ദേഷ്യപ്പെടുന്നത്? പതുക്കെ. ഇപ്പൊ മാത്രം എന്തിനാ വിജയോട് ഉത്തരവാദിത്തം കാണിക്കണമെന്ന് പറയുന്നത്? ഇതിനു മുൻപ് പല കാര്യങ്ങളിലും വിജയെ മാറ്റി നിർത്തുമ്പോ ഞാൻ ചോദിച്ചിട്ടില്ലേ വിജയ്ക്ക് എന്തോ ഒരു പരിഗണന കൊടുക്കാത്തെന്ന്? അന്ന് വിജയ്ക്ക് കഴിവില്ല എന്ന് പറയും. ഇപ്പൊ എന്താ ഈ സംഭവിച്ചത്? വിജയ് ചെയ്തെന്നാണെന്ന് വരുത്തി തീർക്കണോ? നമ്മൾ സംസാരിക്കുന്നത് കമ്പനിയുടെ കാര്യമാണ്, കേട്ടല്ലോ. പക്ഷെ സംസാരിക്കുന്നത് എന്റെ ഭർത്താവിനോടാ. ഹോസ്പിറ്റലാണോ ഇത്? ആരോട് എന്ത് സംസാരിക്കണമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, കേട്ടല്ലോ. ഇങ്ങോട്ട് ഉപദേശം വേണ്ട. സൂര്യ, തർക്കം നിർത്ത്. ഇപ്പൊ തന്നെ ആനന്ദിനെ വിളിച്ച് എല്ലാ വിഭാഗങ്ങളും കൃത്യമായിട്ട് ചെക്കിംഗ് നടത്താൻ പറയണം. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചേ പറ്റൂ. വിജയ് ഇങ്ങ് പോര്. അച്ഛനും ഏട്ടനും ഒക്കെ പറയുന്നതേ നീ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഐശ്വര്യം കൊണ്ട് കയറി വന്നവളാന്നാ. ഇപ്പൊ അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുകയും ചെയ്തു. മമ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ഞങ്ങളുടെ തനി നിറം നീ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. മാഡം, ഞാനതിനെന്താ ചെയ്തത്? നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. കമ്പനിയിൽ ഇന്ന് സംഭവിച്ച ദുരന്തം മുഴുവനും നീ ഒറ്റ ഒരുത്തി കാരണോ? എന്താണ് നിനക്ക്? അമ്മ അകത്ത് ഷോക്ക് എത്തി കിടക്ക. ആ കണ്ടീഷൻ അറിയുന്നതിന് മുമ്പ് ആവശ്യമില്ലാത്ത ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാ ഉണ്ടല്ലോ, ആ അടിച്ചു നിന്റെ മോന്ത ഞാൻ പൊളിക്കും, മനസ്സിലായോ? ഹോസ്പിറ്റലാണെന്ന് ഞാൻ നോക്കൂല. ഓടി. അനാവശ്യമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയുമ്പോ അതിനോട് പ്രതികരിക്കാൻ പറ്റില്ല എനിക്ക്. ഇന്ദ്രജെ, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഇതെങ്ങാനും സൂര്യ കണ്ടുപിടിച്ച നമ്മളെ രണ്ടുപേരെയും പിന്നെ ബാക്കി വെച്ചേക്കില്ല. നിങ്ങളാ ചെയ്യിച്ചവനുണ്ടല്ലോ, അവനത് പുറത്തു പറയില്ലെന്ന് ഉറപ്പല്ലേ? അവൻ പറയില്ല. പക്ഷേ അന്വേഷണം ഏത് വഴിക്കാന്നറിയില്ലല്ലോ. ഇപ്പൊ വിജയ് നെർവസ് ആയ വിജയുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അത് കണ്ടുപിടിക്കും. ആണോ? അതുകൊണ്ട് കൂളായിട്ടിരിക്കണം. മമ്മിയുടെ അടുത്ത് പോയാ പോലും. അല്ല ഇന്ദ്രജെ, തനിക്കൊട്ടും പേടിയില്ലേ? പേടിയില്ലാതെ പിന്നെ ഈ മമ്മി എന്തിനാ ആ സമയത്ത് സ്വിച്ച് ഓൺ ചെയ്യാൻ പോയേ? അവള് തർക്കിച്ചാലും ബാളം വെച്ചാലും അവളെ കൊണ്ട് അത് ചെയ്യിച്ചിരുന്നെങ്കിൽ ഇപ്പൊ മമ്മി കിടക്കേണ്ട സ്ഥാനത്ത് അവളല്ലേ കിടക്കണ്ടേ? ഈശ്വര, ഹെവി കറണ്ടാ. ആന്റി കിടന്നാ പിന്നെ കിടപ്പായി പോവോ? ഒന്ന് മിണ്ടാതിരിക്കും വിജയ്.